പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അടുത്ത സീസണിലേക്കുള്ള ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. മധ്യനിരയിലേക്ക് ബ്രസീലിയൻ താരം ലൂക്കാസ് പക്കേറ്റയെ എത്തിക്കാനായിരുന്നു സിറ്റി കോച്ച് പെപ് ഗാർഡിയോളയുടെ തീരുമാനം. വെസ്റ്റ് ഹാമിനായി നടത്തിയ മികച്ച പ്രകടനമാണ് പക്കേറ്റയെ ശ്രദ്ധേയനാക്കിയത്. എന്നാൽ പക്കേറ്റയെ സ്വന്തമാക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ സിറ്റി. ഇംഗ്ലണ്ടിലെ വാതുവയ്പ് നിയമം ലംഘിച്ചുവെന്ന കേസിൽ അന്വേഷണം നേരിടുകയാണ് പക്കേറ്റ. പ്രാഥമികമായി ബ്രസീലിയൻ താരം കുറ്റം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. വിശദമായ അന്വേഷണത്തിന് ശേഷവും പക്കേറ്റ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഫുട്ബോളിൽ നിന്ന് 10 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വരും. ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ പക്കേറ്റയെ ടീമിലെടുക്കുന്നത് റിസ്ക് ആയിരിക്കുമെന്നാണ് സിറ്റി മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. ഇതോടെ പക്കേറ്റയ്ക്ക് പകരം മറ്റൊരു ബ്രസീലിയൻ മിഡ്ഫീൽഡറെ നോട്ടമിട്ടിരിക്കുകയാണ് സിറ്റി കോച്ച് ഗാർഡിയോള. ന്യൂകാസിൽ യുണൈറ്റഡ് താരം ബ്രൂണോ ഗുയിമറസിനെ എത്തിയാതിലെത്തിക്കാനാണ് ഇപ്പോൾ സിറ്റിയുടെ ശ്രമം. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം താരവുമായി കരാറിലെത്താമെന്നാണ് പ്രതീക്ഷ. 85 മില്യൺ യൂറോയാണ് ഗുയിമറസിന്റെ ട്രാൻസ്ഫർ തുക. എന്നാൽ സിറ്റി ആവശ്യക്കാരായി രംഗത്ത് വന്നതിനാൽ ന്യൂകാസിൽ 110 മില്യൺ യൂറോ വരെ ചോദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിനാൻഷ്യൽ ഫെയർ പ്ലേ നിയമം പാലിക്കാൻ വരുന്ന സീസണിൽ ന്യൂകാസിലിന് ഗുയിമറസിന് അടക്കമുള്ള താരങ്ങളെ ഒഴിവാക്കുകയോ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യണം. ഈ പശ്ചാത്തലത്തിലാണ് ബ്രസീലിയൻ താരത്തിനായി സിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ന്യൂകാസിലിനായി 50 മത്സരങ്ങളിൽ കളിച്ച ഗുയിമറസ് 7 ഗോളും 10 അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.